മതി മാഷേ, മതി. എനിക്ക് തൃപ്തിയായി. എന്റെ പാപങ്ങൾ കർത്താവ് കഴുകിക്കളഞ്ഞതിന്റെ തെളിവാണ് ഈ നിയോഗം. ഇനി മാഷായിരിക്കണം ഇവിടുത്തെ രക്ഷകൻ. ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാ ഞാൻ ഇറങ്ങാം. മാഷേ, ഒന്ന് നിന്നേ. ഞാനെല്ലാം കേട്ടു. ഇനി മാഷ് വേണം എന്റെ മക്കൾക്ക് ഒരു തുണ. ആലീസ് എന്റെ മകളല്ലെങ്കിലും അവളെ കഴിഞ്ഞിട്ടേ എനിക്കെന്തുള്ളൂ. എവിടെ നിന്നോ വന്നെങ്കിലും ഇപ്പോ ഈ ചേലക്കര ഗ്രാമത്തിന്റെ ഒരു ഭാഗമാണ് ഞാനും, ഒപ്പം ഈ വീട്ടിലെയും. അത് ശരി. അപ്പൊ കുറിയടിച്ചു, മനസ്സമ്മതവും കഴിഞ്ഞു. ഇനി കെട്ട് മാത്രം നടത്തിയാ മതി. അതിനെ ഈ ജോസൂടെ വിചാരിക്കണം. ഇന്നലെ താൻ ആലീസിന്റെ മുന്നിൽ വെച്ച് വരട്ടിയപ്പോ ഞാനൊന്നും പറയാതിരുന്നത് പേടിച്ചിട്ടല്ല, അവള് പേടിക്കണ്ടെന്ന് വെച്ചിട്ടാ. ജോസേ, കടിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ കുരയ്ക്കുന്നത്? ജോസേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും എന്റെ മക്കളെ ശല്യം ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്തെന്ന് അന്നമ്മ ചേർത്തി പറയുന്നേ? ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. ആലീസിന് എനിക്ക് കെട്ടിച്ചേരണമെന്ന്. അത് തൊഴിൽ തെറ്റാ? അവൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അവക്കിഷ്ടമല്ലെങ്കിലും എനിക്കിഷ്ടമാണ്. ഞാൻ ഒരുത്തോടെ ഉള്ളപ്പോ എന്തിനാ എടുത്ത് ഈ പെൺപിള്ളേർക്ക് വേറെ ചെറുക്കന്മാരെ അന്വേഷിക്കുന്നത്? ജോസേ, നീ ഇത്ര മോശക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദയവേത് ഇവിടെ നിന്ന് പോയി തരണം. ഒരു വിത്തുകാളക്കാരന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞല്ലേ ചേർത്തി? ഞാനും അത്തരക്കാരനാന്ന് വിചാരിച്ചോ? കാളക്കറിയണോ പശുവിന്റെ രാപ്പനി? അനാവശ്യം നീ പറയരുത്. വിളിച്ചു വെറുതെ ആളെ കൂട്ടുണ്ടാ. വർക്കിച്ച് നടക്കാൻ നാണക്കേട് നിങ്ങൾക്കാ. പോയി കിടക്കാൻ നോക്ക്. ഇവിടെ എവിടെ? വലത്തിരിഞ്ഞ് മേപ്പോട്ട് നോക്ക്. ഇവിടെ വാനര മുകളിലായിരുന്നാ? എവിടെ റോക്കറ്റ് വിട്ടല്ലോ പോന്നത്? ഒന്നും പറയണ്ട കൂട്ടപ്പ, ഇന്ന് പാല് നേരത്തെ തീർന്നുപോയി. അത് തൂക്കി പിടിച്ചിരിക്കാണ്ടപ്പോഴേ തോന്നി നാട്ടുകാരെ കൂടി അറിയിക്കണം. ആക്കല്ലേ ആക്കല്ലേ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിശ്ചയക്കളത്തിന് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. പാല് നേരത്തെ തീർന്നുപോയി. അയ്യോ, ഞാൻ ആ ഹാജിയാരെ വീട്ടിൽ നിന്ന് പാല് മേടിച്ചിട്ട് വരുന്ന വഴിയാ. എന്താ ചായക്കടയും കള്ളുഷാപ്പും തമ്മിൽ രാവിലെ തന്നെ ഒരു പരദൂഷണം? ഞങ്ങള് ജോസിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ നാവ് എടുത്തേ ഉള്ളൂ. എന്നെ പറ്റിയോ? എന്ത് പറയാ? മൂസാക്ക പറഞ്ഞേ ജോസിനെ പറ്റി ഇപ്പൊ നാട്ടുകാർക്ക് നല്ല മതിപ്പാ. പക്ഷെ വർക്കിംഗ് മാപ്പിളയുടെ പെമ്മക്കൾക്ക് മാത്രം ഒരു മതിപ്പും ഇല്ല. അയ്യോ, അവര് തന്നോടല്ലോ പറഞ്ഞ. പറയണോ? പ്രവൃത്തി കണ്ട അറിഞ്ഞൂടാ പവിത്രേട്ടാ. ആ പെങ്കൊച്ചങ്ങളുടെ കാര്യത്തിൽ ഒരു കണ്ണു വേണം. 3 പെമ്മക്കളാ. നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. പവിത്രേട്ടൻ വിട്ടോ, പാല് പെരി. ജോസേ, ഒരു മിനിറ്റ് ഇനി ഒന്ന്. ഹലോ, ഒന്ന് നിന്നേ. എന്താടാ മര്യാദയ്ക്ക് പറഞ്ഞാ നീ കേക്കില്ലല്ലേ? ജോസ് ആരെയും ഒരിക്കലേ ഉപദേശിക്കൂ, പിന്നെ പ്രവർത്തിച്ച ശീലമുള്ളൂ. ഞാനതിനിപ്പോ വേണ്ട. മേലിൽ നീ അവളെ കണ്ടാ നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. വരട്ടാതെ ജോസേട്ടാ, ഈ വരട്ട് ഞങ്ങൾ കുറെ കണ്ടതാ. ആ വർക്കി മാപ്പിളയുടെ മോളെ ഞാൻ പ്രേമിച്ചതിന് തനിക്ക് എന്താ നഷ്ടം ജോസേ? തർക്കൂത്തരം പറഞ്ഞു. ജോസഫിന് എന്താണ് നീ വിചാരിച്ചത്? നീ എന്താണോ വിചാരിച്ചത്? ഈ ചേലക്കായ നീ ജോസി ഏതായിട്ട് ആരെങ്കിലും കളിച്ചാ വെട്ടി നുറുക്കും ഞാൻ. അവൻ ഒരടി കൂടെ മുന്നോട്ട് വന്നിരുന്നാൽ കത്തി ഞാൻ അവന്റെ പള്ളക്ക് കയറ്റിയനെ. എന്റെ മുത്തപ്പ, ആ കത്തിയെങ്ങാണം പള്ളക്ക് കയറുന്നെങ്കിലേ ഞാൻ സാക്ഷി പറയേണ്ടി വന്നേനെ. അതെ, ഞാൻ പോയി സിഗരറ്റ് മേടിച്ചോണ്ട് വന്നാലോ? വല്ലാത്ത ക്ഷീണം. ഓ, ഇന്ന് വേണ്ട,
നാളെ ഓക്കെ. ഏ? ഞാൻ ഇവിടുത്തെ കുടുംബക്കാരനായെന്നാ നാട്ടുകാർ പറയുന്നത്. പറക്കിച്ചാന്റെ സന്തോഷത്തിന് ഇത് ഇരിക്കട്ടെ ഇവിടെ അല്ലേ? ഞാൻ വരട്ടെ. ജോസേ, ഉം. ഈ കട്ടിലിനടി ഒരു സാധനം ഇരിപ്പുണ്ടായി, ഇങ്ങെടുത്ത് തന്നെ. ഈ സാധനമാണോ? ഇത് ആ, ഒറ്റവെട്ടിന് നിന്നെ നീ കൊല്ലാം. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. വർക്കിയുടെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല. എന്റെ കൺമുമ്പിൽ ഇനി നിന്നെ കണ്ടുപോരുത്. വയ്ക്കോ, വയ്ക്കോ. എനിക്ക് ഈ ഗതി വരാൻ കാരണം എന്റെ കാളയാണ്. നീ സൂക്ഷിച്ചോ, നിന്നെക്കാൾ ബുദ്ധിയുണ്ടതിന്. എന്നോട് പൊറുക്കണം. ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണം. എന്നെ വെറുക്കരുത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കർത്താവ് തന്ന ശിക്ഷയാണിത്. അനുഭവിച്ചേ തീരൂ. എനിക്ക് ഈ ഗതി വരാൻ കാരണം എന്റെ കാളയാണ്. നീ സൂക്ഷിച്ചോ, നിന്നെക്കാൾ ബുദ്ധിയുണ്ടതിന്. ജോസേട്ടാ, മൂസാക്ക പറഞ്ഞ പൈസക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. ഇത് അഡ്വാൻസ്. ഓ, എല്ലാം ഉണ്ടല്ലോ. എന്നാ ഞാൻ പോട്ടെ. ചവിട്ടിക്കലിനിടയിൽ എന്താ ഒരു ഇറച്ചി കച്ചവടം? വർക്കി മാപ്പിളയുടെ കാളയ്ക്ക് ഞാൻ കച്ചവടം ഉറപ്പിച്ചു, അഡ്വാൻസും വാങ്ങി. ജോസേ, ആ ഒന്ന് നിൽക്കണേ. ഋഷി ഋഷിയാണെന്ന് കരുതി വിളിച്ചതാ. താനായാലും കുഴപ്പമില്ല. എന്താ കാര്യം? നമ്മുടെ വർക്കിയുടെ കാളെ ജോസ് വിൽക്കാൻ പോവാ. അറവുകാരൻ മൂസയുടെ അച്ചാരം വാങ്ങി ജോസ്. എന്താ പ്രശ്നം? ജോസ് അടഞ്ഞോ? ഇടഞ്ഞു കാണും. പാവം വർക്കി, ഒരു കുടുംബത്തിന്റെ ചോറല്ലേ ആ കാള. നീ ഇന്ന് തന്നെ ഋഷിയെ കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കുട്ടപ്പാളെ ആസാക്കാണോ അതോ കാര്യത്തിലാണോ? വിഷ്ണു, ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ആർക്കും പാരപണിയാറില്ല. പിന്നെ അല്പസ്വല്പ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതങ്ങനല്ല. ഋഷിയോട് ഞാൻ പറയാം. എന്തായാലും ജോസിന്റെ ചതി നടക്കരുത്. ഉം.